ഇപ്പോൾ അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നുമെല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സത്യം പറയുന്നവനെ കരിയോലി വയ്ക്കാനും തേജോവധം ചെയ്യാനും സത്യം പറയുന്നവരെ ജാതിയുടെ പേരിൽ ആദി പറഞ്ഞെന്ന് പറഞ്ഞ് വധിക്കാനും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കിട്ടിയ അവാർഡിന് ഒരു ഇരട്ടി മധുരമുണ്ട്. കാരണം ഒരുപാട് വിമർശനങ്ങളുടെ മുന ഉണ്ടായിരുന്നു. അവിടെ തൽക്കാലം അവരുടെ മന നൊടിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇരട്ടി ശക്തിയോടെ ആ മുന മൂർപ്പിച്ചുകൊണ്ട് ഇനിയും അവരെല്ലാം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവരുടെ കർമ്മം ചെയ്യട്ടെ, ഞാൻ എൻ്റെ ധർമ്മം ഞാൻ ചെയ്യട്ടെ. മുമ്പൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് അവാർഡ് തന്നാലും വാങ്ങില്ല, അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് വാല്യൂ ഇപ്പോൾ ഇല്ല എന്നൊക്കെയാണ്. നിങ്ങളിപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം തൊഴിൽ അതാണല്ലോ. കാരണം എനിക്ക് അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നുമെല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് നിങ്ങളുടെ റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുക. അത് ശരിയല്ല. അത് കോൺഗ്രസിൻ്റെ മോശമൊന്നും അല്ലല്ലോ. ഓരോരുത്തരും തോന്നുന്നത് അവർക്ക് ഇപ്പോൾ തോന്നി. ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരിരുന്നപ്പോൾ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഒരുപാട് മരിച്ച് അവർ പലർക്കും കൊടുത്തു. അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല. അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അർഹരുമായിരുന്നു. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഗവൺമെൻറ് എന്നപ്പോൾ. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ വരുത്തി അച്യുതാനന്ദനുണ്ട് മരണശേഷം കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു. മോശമാണ് മമ്മൂട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നു, അതേ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രസം തോന്നിയത് അദ്ദേഹം ഞാനും ഒരേ മാസത്തിൽ ചിങ്ങമാസം ജനിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഒരു രസം എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ നിന്ന് അടിച്ചുള്ള ദേവിയാണ് എനിക്കറിയാൻ പാടില്ല സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. ഈ ആരെല്ലാം ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചെന്നോ ശുപാർശ ചെയ്തെന്നോ ഒരു കാര്യവും എനിക്കറിയില്ല. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഞാനതിനോട് ശ്രമിച്ചിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു സംസ്ഥാന ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യണോ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തുരുമ്പെങ്കിലും എനിക്ക് മനസ്സിലായാല. എനിക്കൊന്നും അറിയില്ല. ഞാൻ വളരെ സർപ്രൈസായി. ഇപ്പോൾ ഇങ്ങനെ മാവേലിക്കൽ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്പം മുമ്പ് ഇങ്ങനെ TV കണ്ടത്. ഒരാൾ വിളിച്ചു വരുമ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം ഇതൊക്കെ അർഹതയുണ്ടോ ഇല്ലെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനിതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി ഞാൻ വേണ്ടത്ര അറിവുള്ളവനല്ല. അതുമാത്രമല്ല, ഇതെല്ലാം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിനെയൊന്നും തിരക്കി അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവാർഡിന് വേണ്ടിയിട്ടും ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ എന്നെ സമുദായം ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള കസേര ഇരുന്നുകൊണ്ട് സത്യസന്ധമായി ഞാൻ എൻ്റെ കർമ്മം ചെയ്തതെന്ന് മാത്രമേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.